ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 11 ശ്ലോകം 5. മുനിശ്രേഷ്ഠന്മാരായിട്ടുള്ള സനകാദികൾ ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് വൈകുണ്ഠത്തിലെത്തുന്നു. ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ള ജയവിജയന്മാർ അവരെ തടയുന്നു. സനകാദികൾക്ക് കോപം വരുന്നു. ആ കോപം ശാപമായി ജയവിജയന്മാരുടെ മേലെ പതിക്കുന്നു. അത്രയാണ് നമ്മൾ കണ്ടത്. ഇനി ഇവിടെ പറയണത്, ഭഗവാൻ കാര്യങ്ങളൊക്കെ അറിയുന്നു. എല്ലാ കാര്യവും ആരും പോയി പറഞ്ഞറിയിച്ചില്ലെങ്കിലും സർവജ്ഞനായിട്ടുള്ള ഭഗവാനെല്ലാം അറിയാം. അങ്ങനെ ദ്വാരപാലകന്മാരിൽ നിന്നും തന്നെ കാണാൻ ആഗ്രഹിച്ചു വന്ന സനകാദി മഹർഷിമാർക്ക് വിഷമമുണ്ടായി എന്നറിഞ്ഞ ഭഗവാൻ ഓടി വരികയാണ്. അതിമനോഹരമായിട്ടുള്ള കടാക്ഷം കൊണ്ടും ഗരുഡവാഹനമായിക്കൊണ്ടും ലക്ഷ്മീദേവിയുടെ സാന്നിധ്യത്തോടുകൂടിയും ഭഗവാൻ അവിടെ എത്തി അവരെ സമാധാനിപ്പിക്കുന്നതാണ് 5-ാമത്തെ ശ്ലോകം. തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹുർ ആനന്ദയംസ്താൻ അഭിരാമമൂർത്തിയ. രണ്ടാൾക്കും വിഷമമായിട്ട് നിൽക്കുകയാണ്, രണ്ട് കൂട്ടർക്കും. സനകാദികൾ വിചാരിച്ചു, അയ്യോ, ജനിച്ച ഉടനെ ഭഗവാനെ കാണാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് തപസ്സിന് പോയവരാണ് അവർ. ബ്രഹ്മാവ് പറഞ്ഞത് പോലും കേൾക്കാതെ, സൃഷ്ടിയിലൊന്നും ഏർപ്പെടാതെ ഭഗവത് ധ്യാനമാണ് ഏറ്റവും വലിയ ആനന്ദം എന്ന് പറഞ്ഞ് തപസ്സിന് പോയ ഞങ്ങൾക്ക് ഭഗവാന്റെ സന്നിധിയിൽ എത്തിയിട്ട് ഇങ്ങനെ കോപം വന്നത് ശരിയായില്ല, ഞങ്ങൾ എന്തിനിങ്ങനെ ചെയ്തു എന്നുള്ളൊരു മനസ്താപം അവർക്കുണ്ടായി. ഒപ്പം ജയവിജയന്മാർക്ക് ഈ ഭഗവത് പാർഷദന്മാരായി അത്യാനന്ദം ഉള്ള വൈകുണ്ഠത്തിൽ കഴിയുന്ന ഞങ്ങൾക്ക് എന്തേ ഇവരെ മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞത് എന്നുള്ള സങ്കടം, ഇനി ആരാണുള്ളത് ഞങ്ങളെ രക്ഷിക്കാൻ എന്നുള്ള ആ വലിയ വിഷമവും ഉണ്ടായി. അർത്ഥം നോക്കാം. തദേതദാജ്ഞായ, തദേതത് എന്ന് പറഞ്ഞാൽ തത് ഏതത്, ഈ കാര്യങ്ങളെല്ലാം അവിടെ നടന്നിട്ടുള്ള ഈ സംഭവമൊക്കെ ആജ്ഞായ അറിഞ്ഞിട്ട് ഭഗവാൻ അവാപ്ത, ഭഗവാൻ പുറത്തേക്ക് വന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സഹൈവ ലക്ഷ്മ്യ, എങ്ങനെയാണ് വന്നത്? ലക്ഷ്മി ഭഗവതിയോടുകൂടി. ബഹിരംബുജാക്ഷ, അംബുജാക്ഷനായിട്ടുള്ള ഭഗവാൻ വിടർന്ന താമരപ്പൂവിൻ്റെ ഇതള് പോലെ മനോഹരമായിട്ടുള്ള കണ്ണുകളോട് കൂടിയിട്ടുള്ള ആ കാരുണ്യാകുലമായ നേത്രത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ പുറത്തേക്ക് വന്നത്. ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഖഗേശ്വരാംസാം അർപ്പിത ചാരുബാഹു, ഗരുഡൻ്റെ ചുമലിൽ തൻ്റെ മനോഹരമായിട്ടുള്ള കൈകൾ വെച്ചിട്ടാണ് വരുന്നത്. ആനന്ദയൻ താൻ, അവരെ എല്ലാവരെയും ആനന്ദത്തിൽ ആറാടിപ്പിച്ചുകൊണ്ട്. അഭിരാമമൂർത്തിയ, അതീവ സുന്ദരമായിട്ടുള്ള ശരീരത്തോടു കൂടിയ ഭഗവാൻ അതിഥികളെ അങ്ങോട്ട് ചെന്ന് കാണാൻ, സുധാമാവിനെ കാണാനും ഓടി വന്നില്ലേ, അതുപോലെ അംബുജാക്ഷനായിട്ടുള്ള അതിസുന്ദരമൂർത്തിയായിട്ടുള്ള ഭഗവാൻ തൻ്റെ അതിഥികളെ കാണാനും തൻ്റെ പാർഷദന്മാരെ സമാധാനിപ്പിക്കാനും എല്ലാത്തിനും കൂടി വളരെ വേഗത്തിൽ പുറത്തേക്ക് വരികയാണ്. അഭിരാമമൂർത്തിയായിട്ടുള്ള ഭഗവാൻ താൻ ആനന്ദയ എന്നാണ്, അവരെ എല്ലാവരെയും ആനന്ദിപ്പിച്ചു. അതായത് അവരെല്ലാവരും ദുഃഖത്തിലായിരുന്നു. അരനിമിഷത്തെ അശ്രദ്ധ കൊണ്ട് അറിയാതെ ചെയ്തു പോയ അബദ്ധം ഇത്രയും വലിയ ഒരു ശാപമായിട്ട് തങ്ങളുടെ മേൽ പതിച്ചു എന്നുള്ള സത്യം ജയവിജയന്മാരെ വല്ലാതെ അമ്പരപ്പിച്ചു. എങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ വൈകുണ്ഠത്തിൽ നിന്നിട്ട് ഭഗവാനോട് ഏറ്റവും അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഈ ദേഷ്യം വന്നത്? എന്തിനാണ് ഞങ്ങൾക്ക് അവരെ തടയാൻ തോന്നിയത്? എന്തുകൊണ്ടാണ് അവരെ മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞത് എന്നതിനൊന്നും അവർക്ക് ഉത്തരം കിട്ടിയില്ല. ഇനി തിരിച്ചിവിടെ വരാൻ പറ്റില്ലേ? ഇത്രയും വിശേഷപ്പെട്ട ഈ സ്ഥാനം ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള, ഞങ്ങൾ ആരോട് സങ്കടം പറയും? അതാണ്, ആരും സഹായത്തിനില്ലാത്ത രണ്ടുപേര്, ജയനും വിജയനും
വല്ലാതെ സങ്കടപ്പെട്ട് അവരുടെ യജമാനനായിട്ടുള്ള ഭഗവാനെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. താഴെ വീണ് അസുരന്മാരായിപ്പോയ ഇതൊക്കെ മറക്കൂലോ, പിന്നെ ഒരു തരത്തിലൊരു കണിക പോലും ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. അതിനു മുമ്പേ ഭഗവാനെ കാണണേ എന്നവർ ഹൃദയപൂർവ്വം ആഗ്രഹിച്ചു. സനകാദികളോ, അവർ ജനിച്ച ഉടനെ ഭഗവാനിലേക്ക് തിരിഞ്ഞ് തപസ്സിന് പോയ ആൾക്കാരാണ്. മനക്കണ്ണുകൊണ്ട് എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ട് ഇരിക്കുന്നവർക്ക് ഈ ബ്രഹ്മാവിൻ്റെ വൈകുണ്ഠവർണ്ണനയൊക്കെ കേട്ടപ്പോൾ ഒന്ന് കാണാൻ തോന്നിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. എന്നിട്ടോ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത്ര കോപം വന്നത്? ഇത് ഞങ്ങൾക്ക് ചേർന്നതല്ലല്ലോ. കോപം വന്നു എന്ന് മാത്രമോ? ഇത്രയും കടുത്ത ശിക്ഷ ഭഗവാന്റെ പാർഷദന്മാർക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ തോന്നിയില്ലേ? പിന്നെ എങ്ങനെ ഞങ്ങൾ സർവസംഘ പരിത്യാഗികളാവുക എന്നൊക്കെ അവർക്കും വിഷമായി. അങ്ങനെ രണ്ട് കൂട്ടരെയും സങ്കടത്തിൽ നിന്ന് മോചിപ്പിച്ച് ആനന്ദിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിൽ അമൃത് വർഷിച്ചുകൊണ്ട് ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള രംഗം. ശ്ലോകം ഒന്നും കൂടി നോക്കാം. തദേദാജ്ഞായ, അതായത് അത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഭഗവാനവാപ്ത, ഭഗവാൻ പുറത്തേക്ക് വന്നു. സഹൈവ ലക്ഷ്മിയ, ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ടുള്ള ലക്ഷ്മി ഭഗവതിയോടുകൂടി. ബഹിർ അംബുജാക്ഷ, താമരക്കണ്ണനായിട്ടുള്ള ഭഗവാൻ പുറത്തേക്ക് വന്നു. ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹു, തൻ്റെ സുന്ദരമായ കയ്യെ ഗരുഡൻ്റെ ചുമലിൽ വെച്ചുകൊണ്ട്. ആനന്ദയം സ്ഥാൻ, അവരെ എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട്. അഭിരാമമൂർത്തിയ, അതിസുന്ദര രൂപത്തിൽ ഭഗവാൻ വന്നു. ഭാഗവതത്തിൽ ഈ ഭാഗത്ത് ഭഗവാൻ പറയുന്നുണ്ട് സനകാദികളോട്, എൻ്റെ ഭൃത്യന്മാരുടെ തെറ്റ് പൊറുക്കണം, ഞാൻ തന്നെ ചെയ്തതുപോലെ നിങ്ങൾ കണക്കാക്കി ക്ഷമിക്കണം എന്നൊക്കെയാണ് പറയണത്. അത്രയ്ക്കും വിശാല ഹൃദയമാണ് ഭഗവാന്റെ. അങ്ങനെ തൻ്റെ വാക്കുകൾ കൊണ്ട് അവരെ പ്രസാദിപ്പിച്ചു. അവരാണെങ്കിലോ മധുരമായിട്ട് ഭഗവാനെ നമസ്കരിച്ച് സ്തുതിക്കാൻ തുടങ്ങി. ഭഗവാൻ തൻ്റെ ഭൃത്യന്മാരുടെ അവിവേകം ക്ഷമിക്കണമെന്നും പറഞ്ഞു അവരെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നെ അതോടൊപ്പം തന്നെ അറിയാതെ അരനിമിഷത്തെ അശ്രദ്ധ കൊണ്ട് അബദ്ധം ചെയ്തു പോയ മറ്റാരും സഹായമായിട്ടില്ലാത്ത, ഇനി ദീർഘകാലം അസുരന്മാരായിട്ട് ഭൂമിയിൽ ഇതെല്ലാം മറന്ന് കഴിയേണ്ട ഗതികേട് വന്നിട്ടുള്ള ജയവിജയന്മാരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. എന്താണ് ആശ്വസിപ്പിച്ചതെന്ന് നമുക്ക് ശ്ലോകം നോക്കാം. 6ാമത്തെ ശ്ലോകം. പ്രസാദ്യ ഗീർഭി സ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥൗ അധ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രീഭിർമാം ഉപേതമിത്യാത്തകൃപം ന്യഗാദി. വാക്കുകളുടെ അർത്ഥം പ്രസാദ്യ, പ്രസാദ്യ എന്ന് പറഞ്ഞാൽ പ്രസാദ്യ ഗീർഭി, ഗീർഭി വാക്കുകൾ, തൻ്റെ വാക്കുകൾ കൊണ്ട് സനകാദികളെ ഭഗവാൻ പ്രസാദിപ്പിച്ചു. അവരെന്താ ചെയ്തിരുന്നത്? സ്തുവതോ മുനീന്ദ്രൻ, തന്നെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന മുനീന്ദ്രന്മാരെ ഭഗവാൻ പ്രസാദിപ്പിച്ചു. അത്രയും മനോഹരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു. അനന്യനാഥൗ അധ പാർഷദൗ തൗ, അവരെ മാത്രമല്ല മറ്റൊരു നാഥനില്ലാത്ത അശരണരായിട്ടുള്ള ദുഃഖിതരായിട്ടുള്ള തൻ്റെ പാർഷദന്മാരായിട്ടുള്ള ജയവിജയന്മാരെയും വാക്കുകൾ കൊണ്ട് ഭഗവാൻ സന്തോഷിപ്പിച്ചു. സംരംഭയോഗേന, എങ്ങനെയാണ് ജയവിജയന്മാരെ സന്തോഷിപ്പിച്ചത് എന്നാണ്. ഇവരോട് സനകാദികളോട് ഭഗവാൻ പറഞ്ഞു, എൻ്റെ പാർഷദന്മാർ ചെയ്തിട്ടുള്ള അവിവേകം പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. ജയവിജയന്മാരോട് പറഞ്ഞത് സംരംഭയോഗേന, സംരംഭം എന്ന് പറഞ്ഞാൽ കോപം, ദ്വേഷം, വെറുപ്പ്, അതൊക്കെ ആകുന്ന യോഗം കൊണ്ട്. യോഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാനോട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഭവൈ ത്രിഭിർ, ഭവം ജന്മം, ത്രിഭിർ മൂന്ന് ജന്മങ്ങളിലൂടെ മാം ഉപേതം, എന്നെ പ്രാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇതി ആത്തകൃപം, ഏറ്റവും കൃപയോടുകൂടി ഇപ്രകാരം ന്യഗാദി എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു.
3 ജന്മങ്ങൾ കൊണ്ട്, അത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജന്മങ്ങളൊന്നും വേണ്ട, 3 ജന്മങ്ങൾ മതി നിങ്ങളുടെ മേൽ പതിച്ചിട്ടുള്ള ഈ ശാപം തീരുന്നതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാം എന്ന് ഭഗവാൻ അവരോട് പറഞ്ഞു. അതിശക്തരായിട്ടുള്ള മുനീശ്വരന്മാരാണ് ശപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ശാപം അനുഭവിക്കുക തന്നെ വേണം. എന്നാൽ വേഗം തിരിച്ചു വരാൻ സാധിക്കുന്ന ശാപമോക്ഷം ഞാൻ തരാം. ഏറ്റവും എളുപ്പം നിരന്തര ധ്യാനാണ്. അതിന് ഭക്തിയേക്കാളും സംരംഭയോഗമാണ് നല്ലത്. കാരണം ഇവരുടെ ഉള്ളിൽ അത്രയും അടിയുറച്ച വിശ്വാസവും ഭക്തിയും ഉള്ളവരായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അസുരന്മാരായ അതിൻ്റെ അംശം പോലും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇനി നല്ലത് സംരംഭയോഗമാണ്. അസുരന്മാർക്ക് അതേ സാധിക്കുള്ളൂ. ആ ക്രോധത്തോടെയുള്ള നിരന്തരമായിട്ടുള്ള ധ്യാനം വരുന്ന വിധം അതിശക്തരായിട്ടുള്ള അസുരന്മാരായിട്ട് 3 ജന്മം നിങ്ങൾ ഭൂമിയിൽ കഴിയണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ തന്നെ തിരിച്ചു വരാം, വിഷമിക്കണ്ട എന്ന് ഭഗവാൻ അവരെ സമാധാനിപ്പിച്ചു. അവരിൽ അല്പം ഒരു അഹങ്കാരം മുള പൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അത് വികസിച്ച് പന്തലിക്കാൻ ഏറ്റവും പറ്റിയതുപോലെയുള്ള 3 ജന്മങ്ങളാണ് കൊടുക്കുന്നത്. ഏതായിരുന്നു? ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, രാവണൻ, കുംഭകർണൻ, ശിശുപാലൻ, ദന്തവക്ത്രൻ എന്നിങ്ങനെയുള്ള 3 ജന്മങ്ങളാണ് കൊടുത്തത്. 3 ജന്മത്തിലും ഇവർ ഭഗവത് നാമം എപ്പോഴും സ്മരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഭക്തിയോടുകൂടി അവരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വിദ്വേഷത്തിലൂടെ നിരന്തരം ആ ഭഗവത് രൂപം അവരുടെ ഹൃദയത്തിൽ ഓരോ ശ്വാസത്തിലും ഉണ്ടായിരുന്നു. ഭഗവാനെ കയ്യിൽ കിട്ടിയാൽ കൊല്ലും എന്നുള്ള വിധത്തിലാണെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ഭഗവാന്റെ രൂപം അവിടെ സ്ഥിരപ്രതിഷ്ഠയായിട്ടുണ്ടായിരുന്നു. അതാണ് കാരുണ്യപൂർവം വിദ്വേഷഭക്തി നിലനിർത്തിയിട്ട് അവർക്ക് ശാപമോക്ഷം നൽകി എന്ന് പറയുന്നത്. പ്രസാദ്യ ഗീർഭി, വാക്കുകൾ, ഗീർഭി എന്ന് പറഞ്ഞാൽ ഗിരം, വാക്കുകൾ കൊണ്ട് പ്രസാദിപ്പിച്ചിട്ട്, സ്തുവതോ മുനീന്ദ്രാൻ, തന്നെ സ്തുതിച്ചു കൊണ്ട് നിൽക്കുന്ന മുനീന്ദ്രന്മാരെയും അനന്യനാഥൗ അധപാർഷദൗ തൗ, മറ്റാശ്രയം ഇല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന തൻ്റെ പാർഷദന്മാർ 2 പേരെയും സംരംഭയോഗേന ഭവൈസ്ത്രീഭിർമാം ഉപേദം ഇത്യാത്തകൃപം ന്യഗാതി, ഏറ്റവും കാരുണ്യത്തോടുകൂടി ന്യഗാതി എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു, മുനീശ്വരന്മാരോട് പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കണം. ഇവരോട് ജയവിജയന്മാരോട് പറഞ്ഞു 3 കഠിനമായിട്ടുള്ള ജന്മങ്ങളാണെങ്കിലും അത് വേഗം അനുഭവിച്ച് നിങ്ങൾക്കിവിടേക്ക് തന്നെ ഏറ്റവും പരിശുദ്ധരായി, അല്പം ഒരു അറിവില്ലായ്മ, അഹങ്കാരം നിങ്ങളിൽ ഉണ്ടായിരുന്നു, അതൊക്കെ വേണ്ടതുപോലെ വികസിച്ച് തീരട്ടെ. എന്നിട്ട് ഏറ്റവും പരിശുദ്ധിയോടുകൂടി നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ വരാം, സമാധാനമായിട്ട് പോകുവിൻ എന്ന് ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.